എന്താ നോക്കി പേടിപ്പിക്ക? ഇനി എന്റെ നേരെ നോക്കിയാലുണ്ടല്ലോ കണ്ണുകുത്തി പൊട്ടിക്കാനാ എനിക്ക് തോന്നുന്നത്. ഭഗവാനെ, പറഞ്ഞോണ്ട് പോയത് കേട്ടോ, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്ന്. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പറഞ്ഞു. അങ്ങനെയല്ലെന്നേ പറഞ്ഞത്. ആണ്. എടി ഭാർഗവി, ഇതൊരു നടക്ക് പോവില്ല കേട്ടോ. അവള് രണ്ടും കൽപ്പിച്ചു തന്നെയാ. നീ അവളോട് ചെയ്തതിനൊക്കെ അവൾ പകരം ചോദിക്കും. നിന്നെ അവൾ ഇവിടെ ഇട്ട് ചാവിട്ടി കൂട്ടും. അതാ ഇപ്പൊ പറഞ്ഞിട്ട് പോയത്. ഓ, ഇതെന്തൊരു മറിമായ കാര്യങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു വരുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? എടീ, ആരോടായാലും അല്പം മര്യാദയും ഇത്തിരി മനുഷ്യപ്പറ്റുമൊക്കെ കാണിച്ചെന്ന് വെച്ച് ഒരു തരക്കേടും ഇല്ല. അവളെ ഇവിടെ ഇട്ട് തട്ടി കളിച്ചപ്പോഴൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എപ്പോ? നീയും അവളെ നല്ല പോലെ നോവിച്ചിട്ടുണ്ട്. ആ, ഈ കേസിൽ എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തി നീ രക്ഷപ്പെടാൻ നോക്കണ്ടടി. ഊമയെ പോലെ നടന്ന പെണ്ണാ. ഇപ്പൊ കണ്ടോ, നാക്കിന് വടിവാളിന്റെ മൂർച്ചയാ. നോക്കി നിന്നോ, നിനക്കും വെട്ട് കിട്ടും. എനിക്കിട്ടുള്ളതിനെ ഒരു മയം കാണും. പക്ഷേ നിന്റെ കാര്യത്തിൽ അത് പ്രതീക്ഷിക്കണ്ട. എന്നാലും ഇത് വലിയ തിരിമറിയായിപ്പോയി. സ്വപ്നം കാണുവാണോ എന്ന് വിചാരിച്ചു പോവുക ഞാൻ. എടീ, ഇതിവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല കേട്ടോ. അവളുടെ ഈ വരവ് ഇവിടെ കേറി ഭരിക്കാൻ തന്നെയാ. നീ കണ്ടോ, കണ്ണു കുത്തി പൊട്ടിക്കൂന്ന് പറഞ്ഞാൽ അവളത് ചെയ്തിരിക്കും. നീ ഈ ഉണ്ട കണ്ണും വെച്ച ഇനി അവളെ നോക്കണ്ട. നോക്കുവാണെ തന്നെ ഇങ്ങനെ പാതി ചിമ്മിച്ച് നോക്കിയാ മതി. കുത്തു കൊണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ അവിടെ ആരൊക്കെ ഉണ്ടെന്ന് പോയി നോക്കടി. കേട്ട അവിടെ നിന്നോളൂ. നന്ദനിപ്പം നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയെന്ന് പറയാം. ഇനിയിപ്പം മീര ഇവിടെ ഉണ്ടല്ലോ, രണ്ടുപേരും കൂടി നോക്കട്ടെ. എന്താ? നോക്കണമല്ലോ. ഞാനും സിദ്ധുവും ഈ ബിസിനസിന്റെ സ്ട്രെസ്സിൽ നിന്ന് റിട്ടയർമെന്റ് ആഗ്രഹിച്ചാ നടക്കുന്നേ. നെക്സ്റ്റ് ജനറേഷനെ ഏൽപ്പിച്ചിട്ട് ഒന്ന് റിലാക്സ് ആവണം. നിക്ക്, ചായ ഇവിടെ റെഡിയാവുന്നേ ഉള്ളൂ ആന്റി. ഇപ്പൊ കൊണ്ടുവരും. സാറിന്റെ അടുത്ത് ആരുമില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സിദ്ധുവിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയാ ദേവിക. സ്മാർട്ട് ഗേൾ. അച്ഛൻ ദേവികയെ വല്ലാതങ്ങ് പുഴത്തുന്നുണ്ടല്ലോ. എന്നൊക്കെ സ്മാർട്ടാണോ ദേവിക? നീ നിന്റെ സ്മാർട്ട്നെസ് കാണിക്കേണ്ടത് ബിസിനസ്സിലാ. നീയും നിന്റെ ചെറുക്കനുകൂടി എല്ലാം ഏറ്റെടുത്ത് ചെയ്ത് കാണിക്കേ അല്ലേ വ്രതൻ? അതെ, നന്ദനും മീരയും അക്കാര്യത്തില് സക്സസ് ആവും. 100% ഉറപ്പാ. നിങ്ങൾ രണ്ടുപേരുടെ ബിസിനസ്സും എസ്റ്റേറ്റും ഒക്കെ ഞങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞാ പിന്നെ എന്റെ ഓഫീസും വർക്കും ഒക്കെ നോക്കാൻ സമയം കിട്ടോ? ഇനി മുതൽ അങ്ങനെ ഒരു സംസാരം പാടില്ല. നിങ്ങൾക്കിടയിൽ എന്റേതും നിന്റേതും ഇല്ല. നമ്മുടേതെന്ന് വേണം ചിന്തിക്കാൻ. അതെ, ഇവളുടെ പറച്ചിൽ കേട്ടാലേ ഇവള് ചെന്ന് തൊട്ടില്ലെങ്കിൽ എല്ലാ വർക്കുകളും അവതാളത്തിലാവുന്ന. ബിസിനസ് വലുതാവും തോറും നമ്മളുടെ കീഴിൽ നല്ല മിടുക്കരായിട്ടുള്ള സ്റ്റാഫിനെ വെക്കണം. കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഇരുന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. അങ്ങനെയല്ലേ വേണ്ടേ? അതെ, നന്ദൻ നല്ല സ്മാർട്ട്. നീ പേടിക്കണ്ട, എല്ലാം നന്ദനുമായി ആലോചിച്ച് വേണ്ട പോലെ ചെയ്താ മതി.
കൂട്ടുകാരനും ഫാമിലി ഇപ്പൊ വരും. പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞോണം, കേട്ടല്ലോ? എന്റെ മോൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടിയാ ഈ നിൽക്കുന്ന ദേവിക എന്ന് പറയണം. അങ്ങനെ പറഞ്ഞ ബലരാമൻ അങ്കിളിന് മീരെ നന്ദുവിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയുവോ? ശരി, നമുക്ക് നോക്കാം. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പറയും, എനിക്ക് ഉറപ്പാ. സിദ്ധു, താൻ പെട്ടെന്ന് തിരിച്ചു വന്നേ പറ്റൂ. പാർട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. താൻ വരാതായതോടെ സകല നീർക്കോലികളും തലപൊക്കി തുടങ്ങി. എനിക്ക് എല്ലാം കൂടി തനിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലടോ. CM അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ. പാർട്ടിയിൽ സിദ്ധാർത്ഥൻ എന്തായിരുന്നു എന്ന് ഇപ്പോഴാ എല്ലാവരും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നേ. താൻ ക്യാബിനറ്റ് മന്ത്രിയായിട്ട് ചെയ്യാനിരുന്ന ഒരുപാട് പ്രൊജക്ടുകൾ പെൻഡിങ്ങിലായിരിക്കുക. CM-നാണെങ്കിൽ അതെല്ലാം ഒറ്റയ്ക്ക് തുടങ്ങി വെക്കാനുള്ള ധൈര്യമില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു എത്രയും പെട്ടെന്ന് സിദ്ധു തിരിച്ചു വന്നേ പറ്റൂന്ന്. പ്രഭേ, സിദ്ധു എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയോ? ഇല്ല, ഇതുവരെ ഒന്നും പറഞ്ഞു തുടങ്ങിയില്ല. മിക്കവാറും സിദ്ധു മനഃപൂർവ്വം സംസാരിക്കാതിരിക്കുന്നതാവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, സിദ്ധുവിന്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ആളാണല്ലോ കൂടെയുള്ളേ, അതുകൊണ്ടാ. അത് നേരെ. പ്രഭയുണ്ടെങ്കിൽ പിന്നെ സിദ്ധുവിന് സംസാരിക്കണമെന്നേ ഇല്ല, എല്ലാം അറിഞ്ഞ് ചെയ്തോളൂല്ലോ. ഞാൻ ദേവികയുടെ കാര്യ പറഞ്ഞേ. സിദ്ധുവിന്റെ ഇമ്മയൊന്ന് അനങ്ങിയാല് എന്താ വേണ്ടതെന്ന് ദേവിക്കറിയാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണല്ലോ. സിദ്ധുവിന് രണ്ടാം ജന്മം കൊടുത്ത അവതാരല്ലേ ഇതാ നിൽക്കുന്നേ. എന്തായാലും സംസാരിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഒരാൾ കൂടെയുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാ. ഞാൻ ആ ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവിടുത്തെ ഡോക്ടർ രാമനുണ്ണിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ആ കോഴ്സ് കഴിയുമ്പോ സിദ്ധുവിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് തന്നെയാ പറയുന്നേ. അല്ല, വില്ലിംഗ് ആണെങ്കിൽ സിദ്ധുവിന് അടുത്ത ആഴ്ച തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. നന്ദുവും രജനിയൊക്കെ എന്ത് പറയുന്നു? ആ ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് തന്നെ അവരും പറയുന്നത്. എങ്കിൽ പിന്നെ താമസിപ്പിക്കണ്ട. സിദ്ധു, രാമനുണ്ണിയെ താൻ അറിയും. മിടുക്കനാ. തന്നോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ആളാ. ഞാൻ ഇന്ന് തന്നെ വിളിച്ച് അറേഞ്ച് ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും പറഞ്ഞില്ല. നന്ദന്റെ മീരയുടെയും കല്യാണം ഇനിയും നീട്ടിക്കൊണ്ടു പോണോ? ശരിയാ, ജ്യോത്സ്യം പറഞ്ഞതനുസരിച്ച് നന്ദന് വിവാഹത്തിനുള്ള സമയം കഴിയാറായിരിക്കുന്നു. ഓ, എങ്കിൽ പിന്നെ അതിനു മുന്നേ അങ്ങ് നടത്തണം. അല്ല, സിദ്ധു ഇങ്ങനെ ട്രീറ്റ്മെന്റിലിരിക്കുമ്പോ സിദ്ധുവിന്റെ പ്രസൻസ് ഉണ്ടല്ലോ, അത് മതി. ട്രീറ്റ്മെന്റ് കഴിയും വരെ കാത്തിരുന്നാ ശരിയാവില്ല. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ഒരു ചെറിയ ചടങ്ങായിട്ട് മതി, അതും എത്രയും വേഗം നടത്തണം.
എന്നാ പിന്നെ എല്ലാവരുടെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ജോലിസിനോട് സംസാരിച്ചിട്ട് ഒരു ഡേറ്റ് തീരുമാനിച്ചോളൂ. ഞങ്ങളാണെങ്കിൽ കല്യാണത്തിന് എപ്പോഴേ തയ്യാറാ. സിദ്ധു, ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. പോകുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് ഒതുക്കിയിട്ട് മീരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വരാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. സിദ്ധു, പോവുക. ആയുർവേദ ട്രീറ്റ്മെന്റ് എത്ര ദിവസത്തേക്ക് വേണമെന്ന് വല്ലതും പറഞ്ഞോ? മിനിമം 14 ദിവസം വേണ്ടിവരും. പിന്നെ വേണമെങ്കിൽ അസെൻഡ് ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. ഓ ശരി. കണ്ടോ, ഒന്നും മിണ്ടാതെ എല്ലാം കേട്ട് കിടന്നുല്ലേ? മീരയും നന്ദനും തമ്മിലുള്ള കല്യാണക്കാര്യം അവര് പറഞ്ഞപ്പോഴെങ്കിലും പറയരുതായിരുന്നോ എന്റെ കാര്യം? മോനെ പോലെ തന്നെ അച്ഛനും നാവെടുത്ത് ഒന്നും പറയണ്ട. ഞാനെല്ലാം അനുഭവിച്ചോളാം. അത് പോട്ടെ, ബലരാമനങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. അച്ഛന് കാത്ത് ഒരുപാട് ജോലികൾ പുറത്തുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പകരം വെക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണെന്ന് വല്ല ചിന്തയുണ്ടോ? ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല എന്നാ പറഞ്ഞിട്ട് പോയത്. അച്ഛനും കൂടി നല്ലപോലെ മനസ്സ് വെച്ചാലേ പെട്ടെന്ന് സംസാരിക്കാനും എഴുന്നേറ്റ് നടക്കാനും ഒക്കെ പറ്റൂ. അച്ഛൻ എഴുന്നേറ്റ് പഴയതുപോലെ ഓടി നടക്കുന്ന ചിത്രം സ്വപ്നം കണ്ട ഞാൻ ഓരോ നിമിഷവും നടക്കുന്നേ. പക്ഷേ അതോടെ ചന്ദ്രത്തെ എന്റെ റോൾ അവസാനിക്കും. അതിനുള്ളില് നന്ദുന്റെയും മീരയുടെയും കല്യാണം കൂടെ നടന്ന ഞാൻ പിന്നെ മംഗലശ്ശേരിക്ക് തിരിച്ചു പോയേണ്ടി വരും. അച്ഛാ, അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ. കരയണ്ട, ഞാൻ എന്റെ വിഷമത്തില് ഓരോന്നൊക്കെ പറയുന്നത്. അമ്മേ, എങ്ങോട്ട് പോയി ആ ഭൂതം? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അടുക്കളയിലുണ്ട്. ഇന്നിന് നമ്മൾ പട്ടിണിയായി പോവും. വെച്ചതെല്ലാം കൂടി എടുത്ത് വെട്ടി വിഴുകുന്നുണ്ട്. ഇതേതോ രാക്ഷസ ജന്മെന്നാ തോന്നുന്നത്. നമുക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ അമ്മേ? എങ്ങനെയാ മോളെ? നമ്മളെ രക്ഷപ്പെടുത്തേണ്ടവർ തന്നെയല്ലേ ഇങ്ങനെ വിട്ടുകൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ പോയാ അയാൾക്ക് താലി കെട്ടാൻ ഞാൻ നിന്നു കൊടുക്കേണ്ടി വരുമോ? അതൊരിക്കലും ഉണ്ടാവില്ല. അതിന് ഞാൻ ജീവനോടുണ്ടാവില്ല, അതുറപ്പാ. മോളെ, ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വരുമെന്ന് കരുതി നമ്മൾ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചേ പറ്റൂ. എങ്ങനെയാ? 24 മണിക്കൂർ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയല്ലേ? എന്ന് വെച്ച് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു കിടക്കണം. അയ്യോ, ചാടിപ്പോവാനോ? അതെങ്ങനെയാ? ആ മറുതി ഇവിടെയല്ലേ വന്ന് കിടക്കുന്നത്? അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നല്ല ഉറക്കമായി കഴിയുമ്പോ പതുക്കെ പുറത്തു കിടക്കണം. അവർക്ക് ഉറക്കത്തിലും വലിയ ശ്രദ്ധയാ. എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ മയക്കി കിടത്താൻ നോക്കായിരുന്നു. പുറത്തിറങ്ങാനും നിവൃത്തിയില്ലല്ലോ. പുറത്തൊരാളെ വിളിക്കാൻ പോലും പറ്റാതെ ജയിലിൽ കഴിയുന്ന നമുക്ക് അതിനെ കുറിച്ചൊക്കെ സ്വപ്നം കാണാനല്ലേ പറ്റൂ. ഇന്ന് എന്തായാലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവരുണന്ന് എന്ത് ചെയ്യും? അവരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ പോവും. അങ്ങോട്ട് ചെന്നാ മതി. നമ്മളെ രണ്ടാളെയും വീഴ്ത്താനേ അവരുടെ ഒരു കൈ മതി. കൊന്നറപ്പ് മാറിയ ജന്തുവാ. എതിർത്താലൊന്നും നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. എങ്ങനെങ്കിലും പോയേ പറ്റൂ. അതിനെന്താ ചെയ്യാ? അവരുറങ്ങിക്കഴിയുമ്പോ നമുക്കിറങ്ങാം. യോഗ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഇല്ലെങ്കില് ഇല്ല, അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോയിരിക്കും.
ഇനിയും ഒട്ടും സമയം കളയാൻ പറ്റില്ല നന്ദു. ഷാരിയുടെ കല്യാണം അങ്ങ് എത്തി. ഞാൻ പറഞ്ഞതാ, ജീവനോട് ഇരിക്കുമ്പോ ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്തതാ. അതെനിക്ക് പാലിച്ചേ പറ്റൂ. നന്ദു എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. ഞാൻ കാരണോ ഷാരി ഈ കെണിയിൽ പെട്ടുപോയത്. എനിക്കവളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാവും. മുരളിയേട്ടനുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ദേവി കൊടുത്ത വാക്ക് എന്റെ കൂടാണെന്ന് വിശ്വാസമുണ്ടോ? അതിന് ഞാൻ പറയണോ നന്ദു? എങ്കിൽ നമ്മൾ ശാരിയെ കല്യാണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കും. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? റൂമിൽ സിദ്ധു തനിച്ചല്ലേ? അവിടെ രജനീച്ചയുണ്ട്. ബലരാമൻ വന്നപ്പോ നീ ഇവിടെ വേണമായിരുന്നു. നിന്നോട് കമ്പനിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കാനാ ബലരാമൻ പ്രധാനമായിട്ടും വന്നത്. എന്ത് പ്രോഗ്രാമിലാണെങ്കിലും അത് ക്യാൻസൽ ചെയ്ത് വിളിച്ചപ്പോ തന്നെ നീ വരണമായിരുന്നു. ഇത് നിന്റെ ജീവിതോ? നീ പോയി നിന്ന കാര്യം എന്താണെങ്കിലും അതിലും വലുതായിരുന്നില്ല, ശരിയല്ലേ? നിനക്കെന്താ ഇതൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാവാത്തത്? ഇതൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളല്ലേ? അല്ല, അന്നൊക്കെ ബലരാമൻ ഇവിടെ ഉണ്ടായിരുന്നു. ബലരാമന്റെ ആബ്സെൻസിൽ എന്തൊക്കെ വേണമെന്ന് ഇതിനു മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് നാളായിട്ട് എന്തിനേയും നിഷേധിക്കുന്ന ഒരു രീതി നിനക്കുണ്ട്. അതേതിനും നല്ലതല്ല. അതുപോട്ടെ, നിന്റെയും മീരയുടെയും കല്യാണം വൈകിക്കണ്ടെന്നാ ബലരാമൻ പറഞ്ഞത്. സിദ്ധുവിനോട് സംസാരിച്ചു. ജോത്സ്യൻ പറഞ്ഞ സമയം കഴിയാറാകുന്നു. അതിനു മുൻപേ നടത്തണമെന്നാ ബലരാമൻ പറയുന്നത്. അത് അങ്കിൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴാണോ ഞാൻ കല്യാണം കഴിക്കാൻ പോകേണ്ടത്? നന്ദ, ബി പ്രാക്ടിക്കൽ. സിദ്ധു തിരിച്ച് പഴയതുപോലെയാകാൻ ചിലപ്പോ കുറച്ച് സമയമെടുത്തു എന്ന് വരും. അതുവരെ ഇത് മാറ്റിവെക്കുന്നത് എന്തിനാ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി പിടിച്ചു നിർത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഉള്ളില് മനസ്സെന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പൊ എനിക്ക് ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് നീ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറയുന്ന ന്യായമാ. നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നേ പറ്റൂ. ഇല്ല, ഇതിനു വേണ്ടി ബലരാമൻ അങ്കിളോ അമ്മയോ ധൃതി കൂട്ടണ്ട. ഞാൻ അതിന് നിന്ന് തരില്ല. എന്റെ അച്ഛനാ എന്റെ വിവാഹകാര്യം തീരുമാനിക്കേണ്ടത്. അതെത്ര വൈകിയാലും ഞാൻ കാത്തിരിക്കും. നന്ദ, ഇനി വേറൊരു തീരുമാനം എടുത്ത് സ്വയം നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. ഇനി അച്ഛൻ ഉറങ്ങിക്കോ. മനസ്സിൽ അശുഭ ചിന്തകളൊന്നും വേണ്ട. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണടച്ച് കിടന്നോ. വേഗം ഉറക്കം വരും. സമയം എത്രയായില്ലേ? നീ പോയി കിടന്നോളൂ. രാത്രി കഴിക്കാനുള്ള മരുന്നൊക്കെ കൊടുത്തില്ലേ? കൊടുത്തു. പിന്നെന്താ? അല്ല,
ഞാൻ എവിടെയാ കിടക്കണ്ടെന്ന്. ഇവിടെ വരുന്ന സെർവൻസിന് രാത്രി തങ്ങേണ്ടി വന്നാ അവര് സ്റ്റോർ റൂമിലാ കിടക്കാറ്. സ്റ്റോർ റൂമിലോ? എന്താ, അവിടെ 1-2 പേർക്ക് കിടക്കാനുള്ള സ്ഥലം കാണും. പായും പില്ലോയും അവിടെ ഷെൽഫിലുണ്ട്. നീ ചെല്ല്. എന്താ നിൽക്കുന്നത്? പോകുന്നില്ലേ? സോറി, സ്റ്റോർ റൂമിൽ കിടക്കാൻ എനിക്ക് പറ്റില്ല ആന്റി. ആ, രാത്രി ഉറങ്ങാൻ എനിക്കൊരു റൂം തന്നെ വേണം. എങ്ങനെ? നീ എന്താ കിടക്കുന്നില്ലേ? ഓ, അവൾക്ക് AC റൂം വേണോന്നാ ഡിമാൻഡ്. അന്തി ഉറങ്ങാൻ ഒരു കൂര പോലും ഇല്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ ലക്ഷറി റൂം വേണം. അല്ലെങ്കിൽ ഉറക്കം വരത്തില്ലെന്നാ പറയുന്നേ. അതിനിപ്പോ രാത്രി എവിടെ പോവും? രജനി, 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച് റൂം ഒഴിവുണ്ടോന്ന് നോക്ക്. അമ്മേ, VIP അല്ലേ, ഇവിടുത്തെ സൗകര്യങ്ങൾ പിടിച്ചില്ലെങ്കിൽ നമ്മൾ വേണ്ടത് ചെയ്തു കൊടുക്കണ്ടേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ആന്റി. സ്റ്റോർ റൂമിൽ കിടക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. സ്റ്റോർ റൂമിലോ? ഇവളെന്തിനാ അവിടെ കിടക്കുന്നേ? എന്താ ഇവൾക്ക് അവിടെ കിടന്ന? എന്താ അമ്മേ പറയുന്നേ? അച്ഛന് നോക്കാൻ വന്ന ഗീതയെ അമ്മ രാത്രി സ്റ്റോർ റൂമിലാണോ കിടത്തിയിരുന്നേ? അതുപോലെയാണോ ഇവള്? വെറുതെ ഒച്ച വെക്കണ്ട. ഗീതയേക്കാൾ മുകളിലാ ഈ വീട്ടില് ദേവികയുടെ സ്ഥാനം. രജനി, സ്റ്റോർ റൂമിൽ എന്തായാലും ഇവള് കിടക്കുന്നില്ല. ഇവിടെ ആവശ്യത്തിന് റൂംസ് ഉണ്ടല്ലോ. ദേവിക വാ, ഞാൻ നിനക്ക് റൂം കാണിച്ചു തരാം.